ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു പൊന്നൂസ് ഡിസൈൻസ്. ഇന്ന് നമ്മൾ ഓണം കളക്ഷന് വേണ്ടിയിട്ട് ഹെഡ് ഷേപ്പിലുള്ള ഈ ഒരു ഡിസൈൻ വരുന്ന ക്ലോത്ത് കൊണ്ടാണ് ഫ്രോക്ക് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ 5 വയസ്സായ ബേബിക്ക് മുട്ട് വരെയുള്ള ലെങ്ത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിന് സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതിൻ്റെ ലെങ്ത്ത് 16 ഇഞ്ച് ആണ് വരുന്നത്. ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് 22.5, അതിൽക്കിടെ യോക്കിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചാണ് ഈ ഒരു ഫ്രോക്കിന് വന്നിട്ടുള്ളത്. അപ്പോൾ ക്രേപ്പ് ലൈനിങ്ങും അതുപോലെ തന്നെ കോട്ടൺ ലൈനിങ്ങും ഒക്കെ കട്ട് ചെയ്ത് വെച്ചതാണ്. കോട്ടൺ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് നമ്മൾ 14 ഇഞ്ച് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ യോക്ക് പാർട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. യോക്ക് പാർട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ ക്രേപ്പ് ലൈനിങ്ങും കോട്ടൺ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പം കോട്ടൺ ലൈനിങ്ങിലാണ് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കറക്റ്റ് ആക്കിയിട്ട് മെഷർമെൻറ്റിൽ കട്ട് ചെയ്ത് എടുത്തത് കോട്ടൺ പീസിലാണ്. അപ്പോൾ യോക്കിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 9 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു. ചെസ്റ്റ് അളവ് 5.5, എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തു. ചെസ്റ്റ് ഫുൾ റൗണ്ട് വരുന്നത് 22. ആം ഹോളിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ച്, നെക്കിൻ്റെ ഫ്രണ്ട് ലെങ്ത്ത് 3 ഇഞ്ച്, അതുപോലെ ബാക്ക് നെക്ക് 2 ഇഞ്ചിലാണ് വരുന്നത്. പിന്നെ നെക്കിൻ്റെ വൈഡ് 2 ഇഞ്ച്. പിന്നെ സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് നമ്മൾ പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എക്സ്ട്രാ ക്ലോത്ത് നമ്മൾ പഫ് സ്ലീവ് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് 12 ഇഞ്ചാണ് വരുന്നത്. അപ്പം സ്ലീവിൻ്റെ അടിഭാഗത്ത് നമ്മളൊരു ചെറിയ പട്ട പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ലെങ്ത്ത് 12 ഇഞ്ച്, പിന്നെ അതിൽ കൂടെ എക്സ്ട്രാ ആ ഒരു പട്ട വെക്കാനുള്ളതും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിൽ കെട്ടിക്കൊടുക്കാനൊരു സ്ട്രാപ്പ് വെച്ചിട്ടുണ്ട്. ആ ഒരു സ്ട്രാപ്പിൻ്റെ വിഡ്ത്ത് 7 ഇഞ്ച്, സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് 34 ഇഞ്ചിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടാണ് ഈ ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ട്രാപ്പിന് നല്ല ലെങ്ത്ത് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ സ്റ്റിച്ചിങ്ങിൽ ആദ്യം നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് ആദ്യം അടിച്ചെടുക്കുക. അപ്പം ആദ്യം അതിൻ്റെ ചീത്ത ഭാഗം മുകളിൽ വരുന്ന രീതിക്കാണ് നമ്മൾ അടിച്ച് മറിച്ചെടുക്കേണ്ടത്. രണ്ടും ഒരുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ട് അത് നേരെ തിരിച്ചെടുക്കുക. അപ്പോൾ തിരിച്ചെടുക്കാനായിട്ട് നിങ്ങൾ സ്ക്രൂ ഡ്രൈവറോ അതുപോലെ തന്നെ പിന്ന് വെച്ചിട്ടോ എങ്ങനെയാണ് കംഫർട്ട് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതുപോലെ ലെങ്ത് ആയിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ഇത് തിരിച്ചെടുക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഈ ഒരു സ്ട്രാപ്പ്. പിന്നെ നമുക്ക് ഈ ഒരു സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു 2 പീസ് നമുക്ക് ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അത് ജോയിൻ ചെയ്തെടുക്കണം ആദ്യം. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹെഡ് ഷേപ്പ് കുത്തനായി പോവാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം. അത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊന്ന് നോക്കിയാൽ മതി. അപ്പം ഇത് നമ്മൾ യോജിപ്പിച്ചെടുക്കുന്ന സമയത്തും അത് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഒന്ന് കുത്തനെയും ഒന്ന് നിവർന്നിട്ടും ആയാലും ആ ഒരു ഫ്രോക്കിന് അതിന് അഭംഗിയായി പോകും. അപ്പം അത് കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മൾ 2 പീസസും യോജിപ്പിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ മുന്നിലുള്ള ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് ഫ്രോക്ക് ചെയ്തിട്ട് എനിക്ക് പിക്ക് അയച്ചു തരും, അതുപോലെ തന്നെ വീഡിയോസൊക്കെ അയച്ചു തരലുണ്ട് പേഴ്സണലായിട്ട് വാട്സപ്പിൽ. അപ്പം ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ. അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ഹെഡ് ഷേപ്പിൻ്റെ ഈ ഒരു ഡിസൈന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അടിഭാഗം മടക്കി തയ്ക്കാനായിട്ട്. അപ്പം ആ ഒരു കറക്റ്റ് ഷേപ്പിലുള്ള ഭാഗത്തിൻ്റെ അടിഭാഗത്ത് തന്നെ മടക്കി തയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കുത്തനായി പോകരുത്. വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്, അത് ഫ്രോക്ക് കുത്തനായി ചെയ്ത് പോയാൽ അത് അഭംഗിയായി പോകും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാനിങ്ങനെ ആവർത്തിക്കുന്നത്. സ്കേർട്ട് പോർഷൻ്റെ അടിഭാഗം മടക്കി തയ്ച്ച ശേഷം ആ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു യോക്ക് പോർഷനെ യോജിപ്പിക്കാനുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അപ്പം കറക്റ്റ് വേസ്റ്റ് അളവ് എത്രയാണോ അത്രയും ആക്കിയിട്ട് ഈ ഒരു പ്ലീറ്റിങ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു പ്ലീറ്റിങ് കൊടുത്ത് ചുരുക്കിട്ട് കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് അളവിന് കണക്കാക്കിയിട്ട് നമ്മൾ പ്ലീറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ലൈനിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. അതും സെയിം ആയിട്ട് തന്നെ ചുരുക്കിട്ട ശേഷം നമ്മൾ ഈ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെ അകത്തായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അതുപോലെ സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം വരുന്ന ഭാഗത്തും അതുപോലെ തന്നെ അടിഭാഗത്തും സ്ലീവും ചുരുക്കിട്ട് കൊടുക്കുക. അതിന് ശേഷമാണ് ആ ഒരു പട്ടഭാഗം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് ഭാഗം ഒരുപോലെ രണ്ട് സ്ലീവിൻ്റെയും ചുരുക്കിട്ട് കൊടുക്കുക. രണ്ട് സ്ലീവിനും നല്ല വീതിയുള്ള പട്ടയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വീതിയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കസ്റ്റമർ എങ്ങനെയാണോ പറയുന്നത് അതുപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു പട്ട നല്ല വീതിക്കാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പട്ട കൊടുക്കുമ്പോൾ നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും. ഞാനിതിന് ക്യാൻവാസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാ രണ്ടും നല്ല രീതിക്ക് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ യോക്ക് പോർഷൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്രേപ്പ് ലൈനിങ് അതിന് മുകളിലായിട്ട് മെയിൻ ഫാബ്രിക്, അതിന് മുകളിലായിട്ട് കോട്ടൺ പീസ് വെച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ കോട്ടൺ പീസ് മാത്രമേ കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളതൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരുപോലെ കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പം ആദ്യം തന്നെ നെക്കിൻ്റെ ആ ഒരു പോർഷൻ അടിച്ചെടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓരോ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് മറിച്ചെടുക്കുക. കോട്ടൺ പീസ് മറിച്ചെടുക്കുന്ന സമയത്ത് നമ്മളൊരു പതിച്ച് സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അത് നല്ല വൃത്തിയായിട്ട് കിട്ടാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതിൽ പതിച്ചടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫ്രണ്ട് പോർഷൻ്റെ എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷൻ്റെ സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ബാക്ക് പോർഷനും ഇതുപോലെ തന്നെ നമ്മൾ ക്രേപ്പ് ലൈനിങ്, അതിന് മുകളിലായിട്ട് മെയിൻ ഫാബ്രിക്, അതിന് മുകളിലായിട്ട് കോട്ടൺ പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഹെഡ് ഷേപ്പ് തിരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൽ ഞാൻ കുറച്ച് സ്പീഡപ്പ് ആയിട്ടാണ് കാണിക്കുന്നത്. സിപ്പ് അറ്റാച്ച് ചെയ്ത ശേഷം എക്സ്ട്രാ ഉള്ള പീസസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് തുമ്പൊന്നും കാണാത്ത രീതിക്കുള്ള സ്റ്റിച്ചിങ് ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷോൾഡർ ഭാഗം അറ്റാച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഷോൾഡർ രണ്ടും യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും നല്ല ഭാഗങ്ങൾ വെച്ചിട്ടാണ് നിവർത്തിയിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ഒരു ലൈനിങ് പോർഷനും നിവർത്തിയിട്ടിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം, എങ്കിലേ നമുക്ക് ഇതുപോലെ കിട്ടുള്ളൂ. അപ്പം ഇത് അതുപോലെയാണ് ഉണ്ടാവുക. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും എല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ ആ ഒരു സ്റ്റിച്ചിങ് തുമ്പ് ഉൾഭാഗത്തായിട്ട് ആണ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള തയ്യൽ തുമ്പ് കാണാതിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ഒരു ഭാഗം നമ്മൾ ഉള്ളിലോട്ടാക്കിയിട്ട് ആ ഒരു മെയിൻ ഫാബ്രിക്കിൽ മാത്രമായിട്ടാണ് നമ്മൾ ആ ഒരു സ്ലീവ് വെച്ച് കൊടുക്കേണ്ടത്.
ഞാൻ സ്പീഡപ്പ് ആക്കാതെ കുറച്ച് സാവധാനത്തിൽ തന്നെ കാണിക്കുന്നത് നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇതുപോലെയാണ് നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം നിവർത്തിയിട്ടിട്ടാണ് അടിഭാഗത്ത് ആ ഒരു ലൈനിങ് ക്ലോത്ത് ഇപ്പുറം ഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സ്ലീവ് വെച്ചെടുക്കുമ്പോൾ ആ ഒരു മെയിൻ ഫാബ്രിക്കിൽ മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് നിന്ന് ഈ ഒരു മറ്റേ സ്ലീവ് വെക്കുന്ന ആ ഒരു ഭാഗം കൂടെ മടക്കി കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അത് വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. ആ ഒരു മെയിൻ ഫാബ്രിക്കിൽ മാത്രമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ആ ഒരു ലൈനിങ് പോർഷന് ഇപ്പുറ ഭാഗത്ത് ഇതുപോലെയാണ് നമ്മൾ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗം അടിച്ചെടുത്ത ശേഷം ബാക്കിലോട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ഒരു സ്ലീവ് ചെയ്തെടുത്ത ശേഷം മറ്റേ സ്ലീവും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പം നല്ല ഫിനിഷ് ആയിട്ട് തന്നെ ഉൾഭാഗം കിട്ടും. ഇതുപോലെ ചെയ്യുമ്പോൾ ഡ്രസ്സിൻ്റെ പുറം ഭാഗം പോലെ തന്നെ ഉൾഭാഗം നല്ല ഫിനിഷ് ആകും. അപ്പം ഇതുപോലെയാണ് റെഡിമെയ്ഡൊക്കെ സ്റ്റിച്ച് ചെയ്യുക. അപ്പം ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ടാവും, പിന്നെ അത് നമുക്ക് ചെയ്ത് വരുമ്പോൾ ഈസി ആവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒരു സീക്രട്ടും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുഴുവനായിട്ടും സ്റ്റിച്ചിങ് തുമ്പ് പുറത്തേക്ക് കാണാത്ത രീതിക്കാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫ്രോക്കിൽ നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ചിങ് യോക്ക് പാർട്ടിൻ്റെ കഴിഞ്ഞ ശേഷം അറ്റം വെച്ചിട്ട് നല്ല ഭാഗത്ത് തന്നെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. ശേഷം നമ്മൾ മറിച്ചെടുത്ത ശേഷമാണ് ആ ഒരു കറക്റ്റ് കുട്ടിയുടെ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് ഷേപ്പാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉൾഭാഗത്ത് നല്ല ഫിനിഷായിട്ട് കിട്ടും. ഒറ്റ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ചിങ് തുമ്പ് പുറത്തോട്ട് കാണൂല. അപ്പം ഓവർലോക്കിൻ്റെ മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓവർലോക്കിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഇനി നമുക്ക് യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്ത സമയത്ത് നമുക്ക് സ്റ്റിച്ചിങ് തുമ്പ് കാണൂല. ഏതൊരു ഭാഗത്ത് നമ്മളിതിൽ തയ്യൽ തുമ്പ് കാണാത്ത രീതിക്കാണ് ഈ ഒരു ഫ്രോക്കിൽ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് നമ്മുടെ ക്യൂട്ട് കുട്ടി കസ്റ്റമർ ഇട്ടിട്ടുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. तू गुनगुनाए मुस्कुराए छोटी मोटी बातों पे मुंह फुलाए ये नजाकत मेरी आदत पास मुझे लाए नादानियाँ नादानियाँ खींचे मुझे नादानियाँ 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 पागल करे तेरी हर अदा